അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. കുരുവട്ടൂരികൾ ഏത് വിഷയം പറയുകയാണെങ്കിലും അതിന് തെളിവായിട്ട് ഏത് കിതാബ് കൊണ്ടുവരികയാണെങ്കിലും അതിലൊക്കെ ഏതെങ്കിലും നിലക്ക് ഒരു തട്ടിപ്പ്, ഒരു ദുർവ്യാഖ്യാനം നടന്നിട്ടുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. അല്ലാതെ അവരുടെ ഈ പിഴച്ച ആശയവും ആദർശവും ഇവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഒരു ഇമാമിന്റെ കിതാബിൽ നിന്ന് ഒരു വരി പോലും അവർക്ക് നേരായ രീതിയിൽ വായിക്കാൻ കഴിയില്ല. ഇപ്പോ നമ്മൾ നേരത്തെ കേട്ടതാണ്, ഔലിയാക്കളുടെ ശരീഅത്ത് നിങ്ങൾ അളക്കണ്ട, അവരുടെ ശരീഅത്ത് നിങ്ങൾ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബുസ്താനുൽ ആരിഫീൻ എന്ന് പറയുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കിതാബ് എടുത്തിട്ട് അബുൽ ഖൈർ തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു സംഭവം വിശദീകരിച്ച് അതിൽ നിന്ന് ഫസല്ലൽ മഗ്രിബ ഫലം യഖറഇൽ ഫാത്തിഹത മുസ്തവിയൻ, അബുൽ ഖൈർ തൈനാത്തി റളിയല്ലാഹു അൻഹു മഗ്രിബ് നിസ്കരിച്ചു, പക്ഷേ ആ നിസ്കാരത്തിൽ മുസ്തവിയായ രീതിയിൽ ഫാത്തിഹ ഓതിയിരുന്നില്ല എന്നാണ് അവിടെ ഉള്ളത്. അതിന് കാരണവും മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബുൽ ഖൈർ തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ നാവിന് വിക്കുണ്ടായിരുന്നു. വിക്കുള്ള ആൾക്ക് റെഡിയായ രീതിയിൽ ഓതാൻ കഴിയില്ലല്ലോ. പക്ഷെ അവർ അങ്ങനെ ഓതിയാൽ മതി, അതാണ് ഫിഖിന്റെ മസാല. അവർക്ക് ഓതാൻ കഴിയുന്ന രീതിയിൽ അവർ ഓതിയാൽ മതി. എന്നിട്ട് അതിനെ കൂട്ടി മാറ്റിയിട്ട് കുരുവട്ടൂരി എന്താ പറഞ്ഞേ, ഔലിയാക്കൾ നിസ്കരിക്കുന്നില്ല, നിസ്കരിച്ചു നോക്കുമ്പം ഫാത്തിഹ ഓതിയില്ല, ഫലം യഖറഇൽ ഫാത്തിഹ മുസ്തവിയൻ എന്ന് കട്ട്. കാരണം ഓന്റെ ആശയത്താ ഔലിയാക്കൾ നിസ്കരിക്കാത്ത ഔലിയാക്കളുണ്ട്, ഇനി നിസ്കരിച്ചാണ് എന്നെ ഫാത്തിഹ ഓതാത്ത ഔലിയാക്കളുണ്ട്. അപ്പൊ നിങ്ങൾ ശരീരത്തിൽ ചാക്കണ്ടെന്നാണ് ഓന്റെ ആദർശം. അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് മുസ്തവിയൻ എന്നുള്ള കട്ട് കണ്ടില്ലേ. ഫിഖ്ഹൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് എത്തൂല. ഇതാരെ കിതാബാണ്? ഇമാമുൻ നവവി, നബവി ഇമാമിന്റെ ബുസ്താനുൽ ആരിഫീൻ. ഇതിൽ കാണാൻ ഒരു സംഭവം ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഞാൻ ബഹുമാനപ്പെട്ട അബുൽ ഖൈർ തൈനാത്തി തങ്ങളെ കാണാൻ പോയി. അബുൽ ഖൈർ തൈനാത്തി തങ്ങളെ കൂടെ ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് ചെന്നപ്പോൾ മഗ്രിബ് നിസ്കരിക്കാനുള്ള അവസരം കിട്ടി. ഫസല്ലൽ മഗ്രിബ, അബുൽ ഖൈർ തൈനാത്തി തങ്ങൾ സൂഫികളിൽ മഹാനാണ്. അവർ മഗ്രിബ് നിസ്കരിക്കാൻ തുടങ്ങി. ഫലം യഖറഇൽ ഫാത്തിഹ, അന്നത്തെ നിസ്കാരത്തിൽ ഫാത്തിഹ തന്നെ ഓതിയില്ല. നിസ്കരിക്കാനില്ല, നിസ്കരിച്ചു നോക്കുമ്പോ ഫാത്തിഹയില്ല. അതുപോലെ ഫരീദുദ്ദീൻ അൽ-അത്താർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ തിദ്കിറത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ അബൂ യസീദുൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. മഹാനവറുകള് നാട് വിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പോയതാ. ഒരുപാട് വർഷം കഴിഞ്ഞതിന് ശേഷം തന്റെ ഉമ്മാന്റെ അരികിലേക്ക് വരിക. ബിസ്താമിലെത്തിയപ്പോ ആളുകൾ എല്ലാവരും കൂടി തടിച്ചുകൂടി മഹാനവറുകളുടെ അരികില്. അപ്പൊ മഹാനവറുകൾ മനസ്സിലാക്കി, ഇതിപ്പോ ആൾക്കാർക്ക് കൂടി ഇങ്ങനെ ഒപ്പം കൂടാണെങ്കിൽ നമ്മുടെ ഇബാദത്തിനും അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും താറുമാറാകും. അപ്പൊ അതുകൊണ്ട് ഇവർക്കൊന്ന് ഒഴിഞ്ഞു പോകണം. അതിനുള്ള മാർഗം എന്താ? മഹാനവറുകൾ യാത്രക്കാരനാണല്ലോ, അപ്പോ റുക്സ എടുക്കാൻ പറ്റും, യാത്രക്കാർക്ക് നോമ്പിനെ ഒഴിവാക്കാൻ പറ്റും, പിന്നെ നോക്കി വെട്ടിയാൽ മതി. ആ റുക്സ ഉദ്ദേശിച്ചുകൊണ്ട് മഹാനവറുകളെ റൊട്ടിയാണ് തിന്നു റമദാന്റെ പകലില്. അപ്പൊ ഇപ്പൊ കുറെ ആൾക്കാർ എന്താ ഇയാള് റമദാന്റെ പകൽ ഭക്ഷണം കഴിക്കണേ, അപ്പൊ ഇയാളെ ശരിയാവൂല എന്ന് പറഞ്ഞാണ്ട് ആളുകൾ എന്ത് ചെയ്യിക്കോളും, വിട്ടുപോയിക്കോളും. അതാണ് മഹാനവറുകൾ ഉദ്ദേശിച്ചത്. അങ്ങനെ റൊട്ടി കഴിച്ചു. അപ്പൊ ഇവിടെ കുരുവട്ടൂരി നൗഷാദ് മൗലവി എന്ത് ചെയ്തു? മൂപ്പർക്ക് സ്ഥിരപ്പെടുത്താനുള്ള എന്താ, ഔലിയാക്കള് റമദാന്റെ പകലൊക്കെ ഭക്ഷണം കഴിക്കും, ഓലെ ശരീഅത്ത് നിങ്ങൾ നോക്കണ്ട, ഇതാണ് മൂപ്പർ ആശയം ആദർശം. അപ്പൊ അതിനെന്ത് വേണം? ഇവിടുന്ന് നല്ലൊരു ഭാഗം കക്കണം. മൂപ്പർ കട്ടു. ഈ റൊട്ടി തിന്നപ്പം റുക്സ ഉദ്ദേശിച്ചുകൊണ്ടാണ് തിന്നത് എന്നുള്ള ആ പ്രധാനപ്പെട്ട കസദർ റുക്സത ബിദാലിക്കാണ്ട് മാറ്റി. എന്നിട്ട് മൂപ്പർ ഭയങ്കര പ്രസംഗം കണ്ടില്ലേ. അബൂ യസീദ് ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി റമദാന്റെ പകൽ ഭക്ഷണം കഴിച്ചില്ലേ, അപ്പൊ നിങ്ങളുടെ ശരീഅത്ത് എവിടെ പോയി? ഇതാ മൂപ്പർ ചോദിക്കണേ. ഓന്റെ ആശയം സ്ഥിരപ്പെടുത്താൻ മഹാനായ ഫരീദുദ്ദീൻ അൽ-അത്താർ തങ്ങൾ കൊണ്ടുവന്ന കിതാബിൽ കൊണ്ടുവന്ന ഒരു കഷ്ണം നല്ലോണം കട്ട്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ബിസ്താമിലേക്ക് വന്ന സംഭവം, മഹാനവറുകൾ നാട് കടത്തപ്പെട്ടു. അങ്ങനെയൊക്കെ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷം അപ്പറഞ്ഞ ഖാദിയാർ മരിച്ചു. ഖാദിയാർ മരിച്ചപ്പോൾ മഹാനവറുകൾ ബിസ്താമിലേക്ക് തിരിച്ചു വന്നു. ബിസ്താമിലെത്തിയപ്പോൾ നാട്ടുകാരെല്ലാരും കൂടി കൂടി. എന്തുണ്ടായി എന്നറിയോ? വഅലിമ അബൂ യസീദ് റളിയല്ലാഹു അൻഹു അന്ന മുറാഅത്തൻ നാസി വമുലാഖാതിഹിം തംനഉ അനിൽ ഹഖ്. പടച്ചോനെ, ആളുകളെല്ലാരും കൂടി കൂടിയിട്ട് ഇങ്ങനെ ശല്യം ചെയ്താൽ നമുക്ക് ഇബാദത്ത് നടക്കൂല എന്ന് മനസ്സിലാക്കി അബൂ യസീദ് ബിസ്താമി തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? റമദാനിലാണ് പത്തിരി ഇങ്ങോട്ട് എടുത്തു. റമദാനിന്റെ പകലിലാണ് അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു പത്തിരി എടുത്ത് നിന്നാൻ തുടങ്ങി. പിന്നെ അപ്പോഴേക്ക് ചില ആൾ കേട്ടോ, ഞാൻ ഇതാ പറഞ്ഞു, മുമ്പ് ശരിയല്ലെന്നാണ് ഖാദിയാർ പറഞ്ഞു. ഖാദിയാരുടെ ദീർഘവീക്ഷണമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ അവർ തിന്നാൻ തുടങ്ങിയില്ലേ? റമദാനിന്റെ പകലിൽ നമ്മുടെ ഖാദിയാർ മരിച്ചുപോയ മുമ്പ് ഇങ്ങോട്ട് തന്നെ വന്ന് അക്കാദി അന്നേ എഴുതി വെച്ച് കുറെ മുമ്പ് ചൂഷണം ചെയ്യപ്പെടുന്ന ആത്മീയത എന്ന CD ഇറക്കിയപ്പോ ഖാദി അന്നേ പറഞ്ഞു മുമ്പ് ശരിയല്ല. ഇപ്പൊ മനസ്സിലായില്ല ഈ ഖാദി ശരിയല്ല. സഹോദരങ്ങളെ, അബൂ യസീദുൽ ബിസ്താമി തങ്ങളെ കഥ പറയുമ്പോൾ അതും കൂടി കൂട്ടിച്ചേർത്ത് പറ. അപ്പൊ നിങ്ങളെ ശരീഅത്ത് എവിടെ പോയി? ഈ രീതിയിലാണ് സഹോദരന്മാരെ ഏത് കിതാബ് വായിക്കുകയാണെങ്കിലും ഒന്നുകിൽ ആ കിതാബിൽ നിന്ന് ഇബാറത്ത് കട്ടിട്ടുണ്ടാവും, അല്ലെങ്കിലോ ചിലപ്പോ ഇബാറത്ത് വായിക്കും, പക്ഷെ അതിന്റെ അർത്ഥം മുണങ്ങും. അർത്ഥം മുണങ്ങാതെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ വിചാരിച്ച നടക്കൂല, അപ്പൊ അർത്ഥം മുണങ്ങും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ ഉലമാഇന്റെ ഇടയിലുള്ളതായ എല്ലാ അഭിപ്രായങ്ങളെയും സംഗ്രഹിച്ചുകൊണ്ട് ഫതുൽ ബാരിയിൽ ഇബ്നു അബ്ദുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, അലാ അയ്യി സൂറത്തിൻ കാനത് മിൻ ദാലിക.
ഒരു വിഷയം വിശദീകരിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നോ ഒന്നിലധികമോ സിഫത്തുകളോട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള ഏത് രൂപത്തിൽ റസൂലുള്ളാഹി തങ്ങളെ കണ്ടാലും അത് ആരെന്നെയാണ് റസൂലുള്ളാഹി തങ്ങളാണെന്ന് പറയാൻ പറ്റും എന്ന് പറയുന്ന അവിടെ നിന്ന് അലാ അയ്യി സൂറത്തിൻ കാനത്ത് മിൻ ദാലിക എന്ന് വായിച്ചിട്ട് ഏത് രൂപത്തിൽ കണ്ടാലും എന്നർത്ഥം വെച്ചുപോയി. അവിടെ എത്ര വലിയ വിചാരം നടത്തിയേ. ഏത് രൂപത്തിൽ കണ്ടാലും എന്ന് പറഞ്ഞാണ്ട് ഓൻ വിചാരിച്ചൊരു ആശയം സ്ഥിരപ്പെടുത്താൻ നോക്കിയതാണ്. അവിടെ അതിന് മുമ്പ് പറഞ്ഞതിലേക്ക് ആ ദാലിക്കന്റെ മുസാലിലേക്ക് അതാണ് ഇശാറത്ത് ചെയ്യുന്നത്. അവൾക്കാ ഒന്നോ ഒന്നിലധികമോ സിഫത്തുകളിൽ നിന്നായിട്ട് ഏത് രൂപത്തിൽ കണ്ടാലും എന്നുള്ളിടത്ത് അവിടെ ദാലിക്കന്റെ അർത്ഥം പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഓന്റെ വിഷയം സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇവന്റെ ഏത് പ്രസംഗവും കേട്ടാൽ അതിപ്പോ ആ മൂന്നർപ്പുകളിൽ നിന്ന് ഇവനല്ലേ കാര്യമായിട്ട് പറയുള്ളൂ. അപ്പൊ ഏത് പ്രസംഗത്തിലും അവന്റെ പിഴച്ച ആശയം സ്ഥിരപ്പെടുത്താൻ വേണ്ടി കിതാബുകൾ തിരിമറി ചെയ്യും, ദുർവ്യാഖ്യാനം നടത്തും. എത്രയോ നമ്മൾ വിശദീകരിച്ചതാണ്. കുറ്റ്യാടിയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വായിച്ചതിന്റെ നേരപ്പുറത്തെ പേജ് ഏത് രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടാലും യഥാർത്ഥത്തിൽ തന്നെ കണ്ടതാരെയാണ്? മുത്തു റസൂൽ സ്വല്ലല്ലാഹു. മുദബ്ബിറുൽ ആലമുമായി ബന്ധപ്പെട്ട് എത്ര കിതാബുകളിൽ തിരുമറി നടത്താൻ നോക്കി, ഏതെല്ലാം രീതിയിൽ അർത്ഥങ്ങൾ മാറ്റിവെച്ചു. അതൊക്കെ പിടികൂടിയില്ല. ഓരോന്ന് അതല്ലേ ഇപ്പൊ അവിടെ നിന്നൊക്കെ വിട്ടുകാണ്ട് ഇപ്പം സമസ്തന്റെ ചരിത്രം നമുക്ക് എന്ത് പേച്ചു എന്നും പറഞ്ഞാണ് ഇപ്പം വിശദീകരിക്കാൻ നടക്കുന്നത്. കിതാബ് വായിച്ചാൽ കുടുങ്ങാണ്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയാൽ മതി. നമ്മള് ഏതെങ്കിലും കിതാബ് എടുത്താൽ വായിക്കുമ്പോഴേക്കും അല്ലാഹ് വലിയ കിതാബ് വായിക്കണേ, മനസ്സിലാക്കിക്കോളി. അവന്റെ പിഴച്ച ആശയം സ്ഥിരപ്പെടുത്താൻ കിതാബ് വായിക്കുന്നുണ്ടോ? ഒരിക്കലും ഉലമാ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. ഏതെങ്കിലും നിലയ്ക്ക് ഒരു ദുർവ്യാഖ്യാനമോ കക്കലോ മുക്കലോ അവിടെ നടന്നിട്ടുണ്ടാകും. ഇത് മനസ്സിലാക്കിയാൽ മതി. നമ്മള് ഷാറാനി ഇമാമിന്റെ അൽ ബഹറുൽ മൗറൂദ് എന്ന കിതാബില് മഹാനവറുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഔലിയാക്കളുടെ കറാമത്തുകളും അവരുടെ മനാക്കിബുകളും ഒക്കെ അവരെ പരിഹസിക്കുന്ന, കൊച്ചാക്കുന്ന, അവരെ വിമർശിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ പറയാൻ പാടില്ല. ഇത് നമ്മുടെ ഉലമാ സമ്മേളനത്തിലെ നോട്ടിൽ വിശദീകരിച്ചത് കൂടിയാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഷാറാനി ഇമാമാണ് പറഞ്ഞത്. ഇവരെ എപ്പോഴും വായിക്കുന്നതാണ് ഷാറാനി ഇമാമിന്റെ പല കിതാബുകളും. കട്ടുമുറിച്ച് വായിച്ചിട്ടാണെങ്കിലും ശരി ഉദ്ധരിക്കുന്നതാണല്ലോ. ആ ഇമാം ഷാറാനി തങ്ങള് അവിടുത്തെ അൽ ബഹറുൽ മൗറൂദിൽ പറയുന്നു, ഔലിയാക്കളെ വിമർശിക്കുന്നവരുടെ, കൊച്ചാക്കുന്നവരുടെ, പരിഹസിക്കുന്നവരുടെ മുമ്പിൽ അവരുടെ മനാക്കിബോ കറാമത്തോ പറയാൻ പാടില്ല. ഇതാണ് പറഞ്ഞപ്പോ ഇനി അവിടെ എന്തെങ്കിലും ഒരു ദുർവ്യാഖ്യാനം നടത്തണമല്ലോ. കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവി ഒരു പുതിയ ഉസൂൽ ഉണ്ടെന്നേ. എന്താ? ഷാറാനി ഇമാമിന്റെ ഓരോ കിതാബിനും ഓരോ ലക്ഷ്യം ഉണ്ടാകും. ഈ അൽ ബഹറുൽ മൗറൂദ് എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം എന്താ? അത് പുറത്ത് വായിക്കാനുള്ളതല്ല, അത് ആരെ മുന്നിൽ വായിക്കാനുള്ളതാണല്ലോ. അത് പ്രത്യേകക്കാരായ ആളുകൾക്ക് മുമ്പിൽ പ്രത്യേകമായി പറയുന്നതാണ്. അതൊന്നും പുറത്ത് പറയാൻ പാടില്ലാത്തതാണ്. എങ്ങനെയുണ്ട്? പുതിയ ഉസൂൽ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ അൽ മവാസിഖ് വൽ ഉഹൂദ് ഈ രീതിയിൽ വരുന്ന കിതാബ് ബഹറുൽ മൗറൂദ് അതാണ്. അൽ ബഹറുൽ മൗറൂദ് ഫിൽ മവാസിഖ് വൽ ഉഹൂദ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അങ്ങനെ അൽ മവാസിഖ് വൽ ഉഹൂദ് എന്ന രീതിയിൽ പറയുന്നത് അത് പ്രത്യേകക്കാരോട് പ്രത്യേകമായിട്ട് പറയുന്നതാണ്. അതൊന്നും പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പുതിയ ഉസൂലുണ്ടെന്ന്. അപ്പൊ നമ്മള് ഇമാം ഷാറാനി തങ്ങളുടെ തന്നെ അൽ ഉഹൂദുൽ മുഹമ്മദിയ്യ എന്ന ഗ്രന്ഥമുണ്ട്. അതിൽ ഒരുപാട് സ്ഥലത്ത് എന്ത് പറയുന്നുണ്ട്? അൽ ബഹറുൽ മൗറൂദിൽ പറഞ്ഞ പല ഇബാറത്തുകളും ഈ പറഞ്ഞ വിമർശിക്കുന്ന ആളുകളുടെ മുമ്പിൽ കറാമത്ത് പറയാൻ പാടില്ല, അതിന് സൗകര്യപ്പെടുത്തി കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഇബാറത്ത് തന്നെ ഉഹൂദുൽ മുഹമ്മദിയിൽ പറഞ്ഞത് അത് പുറത്ത് പറയാൻ പറ്റും എന്ന് നൗഷാദ് പറയുന്നുണ്ട്. അപ്പൊ പൊളിഞ്ഞില്ലേ? അതുപോലെ സവായിദുൽ ഹക്കില് യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി എത്രയോ സ്ഥലങ്ങളിൽ ഈ അൽ ബഹറുൽ മൗറൂദിലുള്ളത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഉസൂൽ പൊളിഞ്ഞില്ലേ? പിന്നെ അതിനെ പറ്റി യാതൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ഷാറാനി ഇമാമിന്റെ കിതാബൊക്കെ വായിക്കണമെങ്കിൽ ഓരോ കിതാബിനും ഒരു ലക്ഷ്യം ഉണ്ടാവും. ഇമാം ഷാറാനി തങ്ങൾ എഴുതിയൊരു കിതാബാണ് അൽ ബഹറുൽ മൗറൂദ് ഫിൽ മവാസീഖ് വൽ ഉഹൂദ്. അതൊക്കെ വായിക്കണമെങ്കിൽ എന്താ മവാസീഖ് എന്നറിയണം, എന്താ ഉഹൂദ് എന്നറിയണം. അഹദും മവാസീഖൊക്കെ മശായിഖന്മാരുടെ ഖാസായ മജ്ലിസിലിരിക്കുന്ന പ്രത്യേകമായ മുരീദുമാർക്കുള്ള അവരുടെ പ്രത്യേക നിർദ്ദേശങ്ങളാണ്. അത് പുറത്ത് വായിക്കാൻ തന്നെ പാടില്ല. ഷാറാനി ഇമാമിനെ ഞങ്ങളൊന്ന് പഠിക്കേണ്ടിണ്ട്. മൂപ്പര് ഓരോ ലക്ഷ്യത്തിലാ കിതാബ് എഴുതുന്നത്. ഫിൽ ഉഹൂദിൽ മുഹമ്മദിയ്യ എന്നൊരു കിതാബുണ്ട് മൂപ്പര്. അത് പൊതുവായി വായിക്കാനുള്ളതാണ്. ഫിൽ ഉഹൂദി വൽ മവാസീഖ്, ഫിൽ മവാസീഖ് വൽ ഉഹൂദ് എന്നൊക്കെ പറഞ്ഞാൽ അത് സ്പെഷ്യൽ മജ്ലിസുകളിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ അവര് പറയുന്ന ബഹുമതികൾ അത് പുറത്തു പറയരുത് അവരോട് പറയുന്നത്. ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഇവൻ ആളുകളെ പറ്റിക്കുന്നത്. ഏത് കിതാബിലും ഇതേ രീതിയിലാണ് ചെയ്യാം. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമ്മൾ അവന്റെ പ്രസംഗങ്ങളും അവന്റെ വിഷയങ്ങളും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്തരം എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് പറയേണ്ട രീതിയിൽ പറയേണ്ട ആളുകൾ വിശദീകരിച്ചു തരും, കിതാബിലെ തിരിമറിയും മറ്റുമൊക്കെ. അപ്പൊ നമ്മൾ അവരുടെ പ്രസംഗങ്ങളോ മറ്റോ കേട്ട് നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തേണ്ടതില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ഫുഖാക്കൾ എഴുതി വെച്ചല്ലേ അഹ്ലുൽ ബിദ്അത്തിന്റെ പ്രസംഗം കേൾക്കാൻ പാടില്ല, അവരുടെ പുസ്തകം വായിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ